ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാനപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ രാവിലെ നേരത്തെ എണീച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രില്ലൊക്കെ തുറന്ന് കോഴീനെയൊക്കെ വിട്ട് ഒരു ചായയൊക്കെ ഉണ്ടായി കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 7 മണി ടൈമാണ് കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറി അപ്പോൾ ഇന്നലെ രാത്രി ഇറച്ചിക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കറി ഉണ്ടായിരുന്നു. അത് ഞാനൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. മക്കൾക്ക് അത് വേണമെങ്കിൽ കഴിക്കാം. പിന്നെ മീനുണ്ട്, മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്മ മീൻ നന്നാക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഞാനിതിൻ്റെ ഇടയിൽ തീ കത്തിക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ മുറ്റടിക്കാനൊക്കെ പോകണമൊക്കെ ഉണ്ട് കേട്ടോ. മുറ്റടിക്കണവും എല്ലാതും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീ എത്ര കത്തിച്ചിട്ടും കത്തണില്ല. വിറക് നല്ലതുപോലെ ഉണങ്ങാത്തതുകൊണ്ടേ തീയാണ് കത്തി പിടിക്കണില്ല. തീ കത്തി പിടിച്ചാലുള്ളൂ പിന്നെ എന്നാൽ കറിയും വെക്കാം, ചോറും വെക്കാം. പിന്നെ ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണമുണ്ട്, കല്യാണത്തിനും പോകണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചോറും കറിയൊക്കെ എന്തിനാണ് വെക്കണമെന്ന്. കല്യാണത്തിന് ഇപ്പം കുട്ടികളൊന്നും പോരുന്നില്ല. ഞാനും മോളും ഉമ്മയും നാത്തൂനൊക്കെയാണ് കല്യാണത്തിന് പോകുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഉച്ചക്ക് ഫുഡ് വേണ്ടേ. അപ്പോൾ എല്ലാതും ഉണ്ടാക്കി വെച്ച് പോകാൻ വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ രാത്രി വന്നാൽ, കല്യാണം കഴിഞ്ഞ് വന്നാൽ രാത്രിക്കത്തിനും ഉണ്ടാക്കണ്ടേ. അപ്പോൾ അത് വേണ്ട വിചാരിച്ചിട്ട് രാവിലെ തന്നെ നേരത്തെ എല്ലാതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ തീ പിടിപ്പിക്കുകയാണ്. എല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറൊന്നും ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഗ്യാസുമ്മ തന്നെ അപ്പൊക്കെ ചൂടും കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റടിച്ചോറിലൊക്കെ ഇനി വന്ന് ഇപ്പോൾ തീ അപ്പോഴും കത്തിയിട്ടില്ല. കറിയൊക്കെ ഞാൻ ഓഫാക്കി വെച്ചു. കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറി ഓഫാക്കി വെച്ചു. അത് വേണ്ടവർക്ക് അതും കൂട്ടാം. പിന്നെ മീൻ മാന്തളും അയിലയാണ്. അപ്പോൾ മാന്തൾ തേങ്ങ അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ സമയമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, എത്ര സമയമായിന്ന്. കറണ്ട് പോയി. അപ്പോൾ ദോശയൊക്കെ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കറി ഞാൻ ഓഫാക്കി വെക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പുളി വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് ചട്ടിയിലൊക്കെ റെഡിയാക്കണമൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ എല്ലാതും ചെയ്യണുണ്ട്. അപ്പോൾ എന്നാൽ വേഗം ദോശ ചുടൽ കഴിഞ്ഞാൽ ആദ്യമേ തന്നെ കറി ഉണ്ടാക്കാമല്ലോ. പിന്നെ മീൻ പൊരിക്കാനും കൂട്ടാനും ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പാത്രം കഴുകാനുള്ള പാത്രങ്ങൾ കഴുകി വെക്കണം. എല്ലാതും ചെയ്യുന്നുണ്ട്. നമുക്ക് അടുക്കളയിൽ നിന്നാൽ എല്ലാ പണികളും ചെയ്യാമല്ലോ. അടുക്കളയിൽ തന്നെ ഇപ്പോൾ എല്ലാ സൗകര്യം ഉള്ളതുകൊണ്ട്, പാത്രം കഴുകാനും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് അടുക്കളയിൽ തന്നെ കഴുകാം. പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ദോശയൊക്കെ ഒന്ന് പാർന്നാൽ നമുക്ക് അതിൻ്റെ ഇടയിൽ ചെറിയ പണികളൊക്കെ ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതേമാതിരി ഞാൻ അതിൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടില്ല. തീ നേരെ കത്താത്തതുകൊണ്ട് ദോശ റെഡിയായി വരുന്നേ ഉള്ളൂ. രണ്ടെണ്ണമൊന്നും പറഞ്ഞപ്പോൾ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓവറായിട്ട് കത്തിയാൽ ചട്ടിക്ക് കത്തൽ ഓവറാവും ചെയ്യും. കത്തിയില്ലെങ്കിൽ ചൂടാവും ചെയ്തിട്ടുണ്ടാവില്ല. ദോശക്ക് ഞാൻ ആദ്യം വെള്ളം എന്തെങ്കിലും വെച്ച് വെള്ളം തിളപ്പിക്കുക എന്തെങ്കിലും ചെയ്യൽ. ഇപ്പം ഇന്ന് അത് ചെയ്തിട്ടില്ല. ആദ്യം തന്നെ തീ പിടിപ്പിച്ചപ്പോൾ തന്നെ ദോശ ചട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് മീനൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ദോശ ചുടലൊക്കെ കഴിഞ്ഞു. ഞാൻ കറിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഞാൻ മീനിൽ മസാലയൊക്കെ കൂട്ടട്ടെ. അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ തൊലിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും വലിയ ജീരകമൊക്കെ അരച്ച് അതിൻ്റെ ഇടയിൽ തേങ്ങ ചിരവി അരച്ചിട്ടുണ്ട്. ഇനി കറിയൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ വെണ്ടയ്ക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കും. മാന്തളിന് വലിയ വേവില്ലല്ലോ. അപ്പോൾ തേങ്ങൻ്റെ ആ പച്ചമണം ഇത് മാറുന്നത് വരെയുള്ള തിളപ്പും ആകുമ്പോഴത്തേന് മീനും വെന്ത് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ മീനൊന്ന് തിളച്ചിട്ട് തേങ്ങ പറന്ന് കൊടുത്താൽ മീൻ വല്ലാണ്ട് ഉടഞ്ഞു പോവും. അപ്പോൾ ഞാൻ മീനിട്ട ഉടനെ തന്നെ തേങ്ങയും കൂടെ അതിക്ക് പറന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് കയറ്റി എന്നിട്ട് ഇതൊന്ന് വറവിട്ടെടുക്കുകയും ചെയ്യും. അതിന് വേണ്ടി ഞാൻ ചെറിയ ഉള്ളിയൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ ഞാൻ കറിയിലിട്ട് കറി ചെറുതായിട്ട് തിളച്ച് വന്നപ്പോൾ മീൻ കറിയൊക്കെ വാങ്ങി വെച്ചു. പിന്നെ ഉള്ളിയൊക്കെ തൂമിച്ച് ഈ എണ്ണൻ്റെ കളർ എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ ചിക്കൻ വറുത്ത എണ്ണ ഇട്ടത്. അപ്പോൾ ഞാൻ മീനൊക്കെ തൂമിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഗ്യാസുമ്മലാണ് ചെയ്യണത്. ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത്. അപ്പോൾ മീനൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ മീനൊന്ന് ചെറുതായിട്ട് കത്തിയിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ചേനയും പച്ചക്കായും ഉണ്ട്, അതുകൊണ്ടുള്ള ഒരു കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാനിതിൽ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ക്ലിയർ ആയിട്ടൊന്നും കാണിക്കണില്ല, എന്നാലും ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് കാണിച്ചു തരാം. നമ്മൾ മീൻ വറക്കുമ്പോൾ അങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മീൻ വെച്ച് പിന്നെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മീൻ അടി പിടിക്കില്ല കേട്ടോ. ഏത് ചട്ടിയായാലും അടി പിടിക്കില്ല. അപ്പോൾ ചേനയും പച്ചക്കായൊക്കെ അമ്മ നുറുക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് കഴുകിയിട്ടൊന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കട്ടെ.
അപ്പോൾ അതാ ഞാനതൊക്കെ കഴുകിയിട്ട് കുക്കർക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് 2 വിസിലടിച്ചപ്പോൾ ഇതിന് ഇതുപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങയും തൈരും 2 പച്ചമുളകും പിന്നെ ഒരല്പം ചെറിയ ജീരകവും കൂടെ അരച്ച് വെച്ചതാണിത്. തൈര് അങ്ങനെ ഒഴിച്ചു കൊടുക്കും ചെയ്യാം, അപ്പോൾ വെള്ളമാവുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം ഞാനിതാ കൂട്ടാനിലേക്ക് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് വറവിട്ടെടുക്കാം. ഉലുവയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വറവിട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇപ്പോൾ ഇതാണ് നമ്മളെ കൂട്ടാനും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മീൻ കറി, മീൻ വറുത്തതും പിന്നെ നമ്മളെ ഉപ്പേരി ഇതാണ് കേട്ടോ, പച്ചക്കായും ചേനയും കൂടി വെച്ചിട്ടുള്ളത്, അതും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും റെഡിയാക്കി വെച്ചു. അപ്പോഴത്തേനും ചോറിന് അരിയൊക്കെ ഇട്ട് ചോറും ചോറും ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ഓരോരുത്തർ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി ഞങ്ങൾ കുളിച്ച് മാറ്റി റെഡിയായി വരട്ടെ. അപ്പോൾ ഈ കൂട്ടാൻ്റെ റെസിപ്പി ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്താൽ കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയായി വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും. ഞങ്ങളെല്ലാവരും കൂടി കല്യാണത്തിന് പോവുകയാണ്. കുട്ടി ആദ്യം തന്നെ മുറ്റത്ത് ഇറങ്ങി നിന്നിട്ട് ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഉണ്ട് ഇവിടെ ഇരിക്കണ്. അപ്പോൾ ഉപ്പാക്ക് ബായ് പറയാൻ കേട്ടോ. അപ്പോൾ അതാ മോളാണ് മുന്നിൽ പോകണത്. അപ്പോൾ ഞാനാണ് ഈ ബാക്കിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കല്യാണത്തിന് പോയിട്ട് വരാം. എന്നാൽ ഇനി കല്യാണത്തിന് പോണ വിശേഷങ്ങളെ കാണിച്ചു തരാം. ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ കല്യാണത്തിന് പോണത്. ഇവിടെ റോട്ടിൽ ഇറങ്ങിന്നാൽ നേരെ ബസ് കിട്ടും. അപ്പോൾ നേരെ ഓഡിറ്റോറിയത്തിന് മുന്നിൽ പോയിട്ട് ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലൊന്നുമല്ല ബസ്സിനാണ് പോണത്. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോയി വരട്ടെ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ബസ് ഇറങ്ങി ഓഡിറ്റോറിയത്തേക്ക് കയറി വരികയാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ലേറ്റായി, ബസ് കിട്ടാൻ കുറച്ച് വൈകി. അപ്പോൾ നേരെ ചെന്ന് ഞങ്ങളവിടെ കയറി ചെക്കനെയൊക്കെ കണ്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഫുഡ് കഴിച്ച് പിന്നെ ഞങ്ങളവിടെ നിന്ന് നേരെ തിരിച്ച് പോരും ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.